തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ ശിക്ഷയാണ് തെറ്റിദ്ധാരണകൾ മൂലം ഉണ്ടാവുന്നത്. രാമശബ്ദങ്ങളാൽ നമ്മുടെ നാട് സുന്ദരമാക്കുന്ന ദിനങ്ങളാണ് ഈ സമയങ്ങൾ. രാമായണ മാസം എന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തെ ദ സീസൺ ഓഫ് ഹീലിംഗ് എന്നാണ് വിളിക്കുക. മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാവേണ്ട വലിയ സൗഖ്യത്തെപ്പറ്റിയാണ് ബെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന 7-ാം ഞായറാഴ്ച ക്രിസ്തു നമ്മോട് സംസാരിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങളാണ് ചിന്തയ്ക്ക് ആധാരമായവ. അവൻ വീട്ടിലിരിക്കുമ്പോൾ ജനക്കൂട്ടം അവനെ പിന്തുടർന്ന് അവന് ഭക്ഷണം കഴിക്കാൻ പോലും ആവാതെ എല്ലാവരും അവന് ചുറ്റും നിൽക്കുകയാണ്. അവൻ്റെ സൗഖ്യ പ്രവർത്തനങ്ങൾ കൊണ്ടോ അവൻ്റെ ലാവണ്യ വാക്കുകൾ കൊണ്ടോ ഒക്കെ അനേകർ അവനെ തിക്കിക്കൊണ്ട് വീട്ടിലുണ്ട്. ഇത് കണ്ടിട്ടുണ്ടാവുന്ന 2 ആരോപണങ്ങളാണ് ഒന്നാമതായിട്ട് ചിന്തയ്ക്കുള്ളത്. ചാർച്ചക്കാർ പറയുകയാണ് അവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന്. യെരുശലേമിൽ വന്ന ശാസ്ത്രിമാർ പറയുകയാണ് അവനിൽ ബേൽസബൂലുണ്ട്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്ന്. പല പല ആരോപണങ്ങളാണ് ക്രിസ്തുവിനെതിരെയുള്ളത്. ഒന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടത് തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ ശിക്ഷയാണ് തെറ്റിദ്ധാരണകൾ മൂലം ഉണ്ടാവുന്നത്. തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ സജീവമാണ്. വ്യക്തിബന്ധങ്ങൾ, സമൂഹ ബന്ധങ്ങൾ, എല്ലാ ഇടങ്ങളിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് മുഴുവനും കാരണം തെറ്റിദ്ധാരണകളാണ്. ക്രിസ്തു ചെയ്യുന്നതും ജീവിക്കുന്നതുമെല്ലാം ഒരു സത്യത്തിന് വേണ്ടിയാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന തിരുവചനം പഠിപ്പിക്കുന്ന ഒരു വാസ്തവമാണ്. എന്നാൽ അവനുണ്ടാക്കുന്ന വ്യത്യസ്തമായ ഒരു ജീവിതത്തിൻ്റെ സുന്ദരമായ ഒരു ശൈലിയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവന് ഭ്രാന്താണ്, അവന് ഭൂതമാണ്, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ അവനെതിരെ നിരത്തുകയാണ്. നമ്മുടെ സമൂഹത്തിലും പല നായകന്മാരും പല നായികമാരും ഈ സമൂഹത്തെ, ഈ ലോകത്തെ അതിൻ്റെ വ്യത്യസ്തതകളിലേക്ക്, സുന്ദരമായ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോയത് ചില ഭ്രാന്തൻ നയങ്ങളിലൂടെയാണ് എന്ന് പറഞ്ഞാൽ അതിന് തെറ്റുണ്ടാവുകയില്ല. ഗലീലിയോയും നെൽസൺ മണ്ടേലയും എഡിസണും ഗാന്ധിജിയും എല്ലാവരും ഒരു സമയത്ത് അവർ ഭ്രാന്തന്മാരാണ് എന്ന് ഈ സമൂഹം ഒരുപക്ഷെ അവരെ കുറ്റം ചുമത്തിയേക്കാം. എന്നാൽ അതിൽ നിന്നാണ് ഈ സമൂഹം ചില ഉയർത്തെഴുന്നേൽപ്പുകൾ സാധ്യമായത് എന്നുള്ള വാസ്തവം നാം മറന്നുകൂടാ. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ അതെല്ലാ കാലത്തും ഉണ്ടാവുന്ന ഒരു വാസ്തവമാണ്. ആരൊക്കെ എന്തൊക്കെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളെ കൊണ്ടുവന്നാലും ജീവിത അനുഭവങ്ങളെ കൊണ്ടുവന്നാലും അതിനോട് പോരടിക്കുക അത് സമൂഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്. എന്നാൽ ഈ മനോഭാവത്തെ നാം തിരുത്തേണ്ടതുണ്ട് എന്നാണ് ക്രിസ്തു രണ്ടാമതായിട്ട് പഠിപ്പിക്കുന്നത്. നാം തെറ്റിദ്ധാരണകൾ പുലർത്തി നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലുള്ള നല്ല സുന്ദരമായ നിമിഷങ്ങളെ നഷ്ടപ്പെടുത്താതെ അത് ബോധപൂർവം മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തപ്പെടുക, തെറ്റിദ്ധാരണകൾ പറഞ്ഞ് തീർക്കുക എന്നുള്ളതാണ് നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ പോംവഴി. ക്രിസ്തു ഇതിന് ഉപമകളായിട്ട് ഉത്തരം പറയുകയാണ്. രണ്ടാമതായിട്ട് അതാണ്, പുറത്തു നിന്നുള്ള യുദ്ധങ്ങളെക്കാൾ അകത്തു നിന്നുള്ള ഛിദ്രങ്ങളാണ് ഏറെ ജാഗ്രതയോടെ നാം ഇരിക്കേണ്ടത്. പുറത്തു നിന്നുള്ള വലിയ യുദ്ധങ്ങളെക്കാൾ അകത്തു നിന്നുള്ള ചില വൈരികൾ, ചില ഛിദ്രങ്ങൾ, അതാണ് നാം സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ടതെന്ന് ക്രിസ്തു പറയുകയാണ്. ഒരിക്കലും പുറത്തു നിന്ന് വന്ന് ഛിദ്രമുണ്ടാക്കി കലക്കിക്കളയുവാൻ കഴിയുകയില്ല. അകത്തു നിന്നുണ്ടാവുന്ന ഛിദ്രങ്ങളാണ് വലിയ തകർച്ചയുണ്ടാക്കുന്നത് എന്ന് ക്രിസ്തു പഠിക്കുകയാണ്. വലിയ വലിയ ആന്തരികമായ ക്ഷതങ്ങളാണ് പുറമേയുള്ള ക്ഷതങ്ങളെക്കാൾ നമുക്ക് വലിയ മുറിവുണ്ടാക്കുന്നത്. പുറമേയുള്ള മുറിവുകളൊക്കെ നമുക്ക് ചിലപ്പോൾ ഉണക്കാൻ സാധിക്കും. പക്ഷേ അകമേയുള്ള മുറിവുകൾ അത് ഉണങ്ങിയാലും അതിൻ്റെ വേദനകളും അതിൻ്റെ അനുഭവങ്ങളും അതിൻ്റെ നീറിറ്റ വലിയ വലിയ അനുഭവ സാധ്യതകളും വീണ്ടും വീണ്ടും ഉണ്ടാവുമെന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരുവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ പിന്നെ നിലനിൽപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആന്തരികമായ ഒരു അനുഭവത്തിൽ, മനോഭാവത്തിൽ നമുക്കുണ്ടാവേണ്ട ഒരു സൗഖ്യം, അതിലുണ്ടാവേണ്ട ഒരു സൗഖ്യത്തെപ്പറ്റിയാണ് ക്രിസ്തു ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആന്തരിക ഛിദ്രങ്ങൾ നാം ബോധപൂർവം മനസ്സിലാക്കുകയും അത് നമ്മെ നശിപ്പിക്കാനാണെന്ന് നാം തിരിച്ചറിയുകയും ചെയ്യണം. അങ്ങനെയുള്ള തിരിച്ചറിവുകളിലൂടെ മാത്രമേ നമ്മുടെ സമൂഹ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാവൂ. നമ്മുടെ
സമൂഹത്തിൽ ഇന്ന് വളരെ അഭിമാനാർഹമായി ജാതീയവും സാമൂഹികവുമായ വിവേചനങ്ങളെ മറികടക്കുവാനുള്ള ഒരു വലിയ ശക്തിയായി ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു കടന്നു വരികയാണ്. എത്ര സന്തോഷകരമായ അനുഭവമാണ് ഭാരതം ഈ ലോകത്തിന് സമ്മാനിക്കുന്നത്. ഒഡീഷയിലെ ഗോത്രവർഗക്കാരിയായ ആ ഗോത്രവർഗത്തിൽ ഉൾപ്പെട്ട ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിലെ എല്ലാ വിവേചനങ്ങളെയും മറികടന്ന് ഈ രാജ്യത്തിൻ്റെ ഒരു പ്രധാന വനിതയായി വരുന്നത്, അത് നമുക്ക് ഈ ആന്തരിക ഛിദ്രങ്ങളെയെല്ലാം എതിർക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ, സഹിഷ്ണുതയുടെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ നല്ല അനുഭവമാണ് നൽകുന്നത്. ഇത് ഈ ഇന്ത്യക്ക് ഏറ്റവും സന്തോഷകരമായി ജീവിക്കുവാൻ, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, വിവേചനങ്ങൾ നേരിടുന്നവർക്ക് മുമ്പോട്ട് കടന്നു വരുവാൻ, എല്ലാവരെയും സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ ആത്മാവിലും ഒന്നാക്കി ചേർക്കുവാൻ തക്കവണ്ണം നല്ല നേതൃത്വമാണ് ഈ നൂറ്റാണ്ടിലും നമുക്കുണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് വേറെ അഭിമാനാർഹമായ കാര്യമാണ്. അതുകൊണ്ട് ആരോപണങ്ങൾ ഒരിക്കലും അതിന് ആയുസ്സില്ല. ആരോപണങ്ങൾ വഴി മറ്റുള്ളവർക്ക് അവരുടെ പ്രചാരണം കൂട്ടാവുന്നതല്ലാതെ അതിനെ ഒരിക്കലും തെളിയിക്കുവാനോ ഒരാളെ നശിപ്പിക്കുവാനോ കഴിയുകയില്ല. പിന്നെ നാം എടുക്കേണ്ട നിലപാടെന്താണ്? സ്വയം തെളിയുക. നാം സ്വയം തെളിയിച്ച് കാണിക്കുക. അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. പുഴ ഒഴുകുകയാണ്. ഒരു പക്ഷേ വഴിമാറി പുഴ ഒഴുകിയെന്നും ഇരിക്കും. പക്ഷേ പുഴയുടെ ഒഴുക്ക് നിൽക്കുന്നില്ല. അത് അതിശക്തിയോടെ വീണ്ടും ഒഴുകും. ആ ഒഴുക്ക് ക്രിസ്തുവിലൂടെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.